അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ ഒരു കുഞ്ഞു വീഡിയോ ആണ്. നമുക്ക് റമദാൻ കിറ്റൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അൺബോക്സിങ്ങും അതേപോലെ തന്നെ നമ്മളെ തറവാട് വീടിൻ്റെ പണി എന്തായി എന്നൊക്കെ ചോദിച്ചിട്ട് ചില കൂട്ടുകാരൊക്കെ കമൻറ്റിലൂടെ ചോദിക്കലുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ദിവസമായി വീടിനെ കുറിച്ചിട്ടുള്ള വിശേഷങ്ങളൊക്കെ കാണിച്ചിട്ട് അപ്പോൾ നമ്മൾ തറവാട് വീടൊക്കെ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഒന്ന് കണ്ടുവെക്കുക. വീഡിയോ കാണുമ്പം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. അതേപോലെ തന്നെ നമ്മളെ വീഡിയോനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ ഇതാ നമുക്കൊരു റമദാൻ കിറ്റ് കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മളിവിടുത്തെ ബാബുവിൻ്റെ ഫാമിലിയിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ. മുണ്ടോടൻ ഫാമിലി എല്ലാ വർഷവും ഉണ്ടാവലുണ്ട് ഈ ഒരു കിറ്റ്. ഇതിൽ അത്യാവശ്യം സാധനങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. നമ്മളവിടെ വേറെ കിറ്റൊന്നും കിട്ടലില്ല. ഈ ഒരു കിറ്റ് നമുക്ക് എല്ലാ വർഷവും കിട്ടുന്നതാണ്. ഇപ്പോൾ കുറച്ചായിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ കഴിഞ്ഞ വർഷത്തെ ഇതേപോലെ കിറ്റ് അൺബോക്സിങ് വീഡിയോ ചെയ്തിട്ടുണ്ടേനും അന്ന് എനിക്കൊരു കുടുംബക്കാരിനെ കിട്ടിയിട്ടുണ്ടേനും കേട്ടോ. ഞാനിങ്ങനെ വീഡിയോ ചെയ്തപ്പം അവർ മുണ്ടോണ ഫാമിലിയാണെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ നമ്മളെ വീഡിയോ സ്ഥിരമായിട്ട് കാണലുണ്ട്. പിന്നെ നിങ്ങളുടെ നാട്ടിലൊക്കെ ഇതേപോലെ റമദാൻ കിറ്റൊക്കെ കിട്ടലുണ്ടോ അല്ലേന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുകൊണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൽ ഞാൻ ഫസ്റ്റ് തന്നെ എടുത്ത് വെച്ചത് ഈത്തപ്പഴമാണ് കേട്ടോ. നമുക്ക് റമദാനിക്ക് വേണ്ട അത്യാവശ്യമായിട്ടുള്ള സംഭവമാണ് അല്ലേ. നോമ്പ് തുറക്കാനൊക്കെ ഈത്തപ്പഴം ഉണ്ട്, അതേപോലെ റവ ഉണ്ട്, പിന്നെ ഓയിലുണ്ട്, പിന്നെ ഒരു സേമിയത്തിൻ്റെ പാക്കറ്റ് ഉണ്ട്, പിന്നെ ചായപ്പൊടി ഉണ്ട്. ഈ കിറ്റ് കിട്ടുമെന്ന് എനിക്കറിയാം കേട്ടോ. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇന്നലെ സാധനങ്ങളൊന്നും വാങ്ങിക്കാഞ്ഞത്. അപ്പം ഇനി ഇല്ലാത്തതൊക്കെ നോക്കിയിട്ട് വാങ്ങിച്ചാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ പഞ്ചസാര ഉണ്ട്. പഞ്ചസാരയൊക്കെ അത്യാവശ്യം ഉണ്ട് കേട്ടോ. 2 കിലോനോ 3 കിലോനാണെന്ന് എനിക്കറിയില്ല. അതേപോലെ തന്നെ റവയുണ്ട് അത്യാവശ്യം, പിന്നെ ഈത്തപ്പഴം ഒക്കെ ഉണ്ട് കേട്ടോ അത്യാവശ്യം. പിന്നെ ഒരു പൊടി ഉപ്പിൻ്റെ പാക്കറ്റ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ബിരിയാണിയൊക്കെ ഉണ്ടാക്കാൻ ബിരിയാണി റൈസ് ഉണ്ട്. ഇതും അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. 2 കിലോനോ 3 കിലോനാന്ന് അറിയില്ല. പിന്നെ അത്യാവശ്യം ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ സാധാ ചാക്കരി ഉണ്ടല്ലോ ചോറൊക്കെ വെക്കണേ, അങ്ങനത്തെ അരി ഉണ്ട് ഒരു 5 കിലോ. അപ്പോൾ ഇത്രയും ഐറ്റംസാണ് കേട്ടോ ആ ഒരു കവറിലുള്ളത്. പിന്നെ ഒരു പത്തിരിപ്പൊടിൻ്റെ പാക്കറ്റ് ഉണ്ട്. പത്തിരിക്ക് മാത്രമല്ല അരിപ്പൊടി കേട്ടോ, മലബാർ അരിപ്പൊടിൻ്റെ ഒരു പാക്കറ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ അരി ഇന്നലെ പൊടിച്ചൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നാലും ഈ പാക്കറ്റിന് ഞാനിപ്പോൾ പൊട്ടിക്കണില്ല കേട്ടോ. ഇനി ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് അപ്പോൾ പൊട്ടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇപ്പം ഞാൻ അത് പൊട്ടിക്കണമൊന്നുമില്ല. അപ്പോൾ ഒരു ചെറിയൊരു ഫാമിലിക്ക് അത്യാവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ ഈ ഒരു കിറ്റിലുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വർഷം ഇതേപോലെ ഒരുപാട് ആൾക്കാർക്ക് അവർക്ക് കിറ്റ് കൊടുക്കാൻ കഴിയട്ടെ. പിന്നെ അതേപോലെ തന്നെ എനിക്കും ഇതേപോലെ കിറ്റൊക്കെ കൊടുക്കാൻ ഭയങ്കര ആഗ്രഹമാണ് കേട്ടോ. പക്ഷെ നമ്മളെ അവസ്ഥ അതിനൊന്നും ഇപ്പോൾ അനുവദനീയമല്ല. എന്നാലും ആഗ്രഹമുണ്ട് മനസ്സിൽ. നടക്കുമല്ലേന്നൊന്നും അറിയില്ല. ഞാൻ എപ്പോഴും പഠിച്ചവനോട് പ്രാർത്ഥിക്കണതാണ് കേട്ടോ. ഇങ്ങനെ കുടുങ്ങിയ ആൾക്കാർക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കാൻ എൻ്റെ കൈ കൊണ്ട് കൊടുക്കാൻ പറ്റണേന്ന് എപ്പോഴും ഞാൻ പഠിച്ചവനോട് പ്രാർത്ഥിക്കലുണ്ട്. അപ്പോൾ ഇതിപ്പോൾ നല്ല മാസമൊക്കെ അല്ലേ, പഠിച്ചവൻ കേൾക്കാതെ വെക്കില്ല. അപ്പോൾ എന്തായാലും കിറ്റിൽ കിട്ടിയ സാധനങ്ങളൊക്കെ ഞാൻ ഒക്കെ ബോട്ടിലാക്കി വെക്കട്ടെ കേട്ടോ. പിന്നെ ഇനി മുതൽ നമുക്ക് റമദാനാവുമ്പോൾ വീഡിയോ ഇടുന്ന സമയം മാറ്റണം എന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ ഞാൻ. അപ്പോൾ വീഡിയോ ഞാൻ ഇടും. വീഡിയോ ഇടാതെ എന്നാൽ നമ്മളെ ചാനൽ പറ്റ ഡൗൺ ആയിപ്പോവും. അപ്പോൾ അധികം ലെങ്ത്തൊന്നും കൂട്ടാതെ ഒരു 10 മിനിറ്റോ ഒരു 12 മിനിറ്റിൻ്റെയൊക്കെ ഒരു വീഡിയോ ഞാൻ ഇടണമെന്ന് വിചാരിക്കുന്നുണ്ട്. പറ്റുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് ഞാൻ വീഡിയോ ഇടും. അപ്പോൾ നിങ്ങൾ സമയം ഉണ്ടാക്കി കാണണമെന്നൊന്നും ഞാൻ പറയണില്ല. നമുക്ക് ഈ ഒരു റമദാൻ മാസം എന്ന് പറഞ്ഞാൽ ഇബാദത്ത് ചെയ്താൽ ഇരട്ടി പ്രതിഫലം കിട്ടുന്ന മാസമാണ്. അപ്പോൾ നമുക്കിപ്പോൾ വേറെ ഉണ്ടല്ലോ കൂട്ടുകാർ, നമ്മളെ മുസ്ലിംസ് അല്ലാത്ത കൂട്ടുകാർ തന്നെ ഒരുപാട് കൂട്ടുകാർ നമുക്കുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വീഡിയോ കാണാമല്ലോ. പിന്നെ അതേപോലെ നിങ്ങൾക്ക് സമയം കിട്ടുകയാണെങ്കിൽ കണ്ടാൽ മതി. ഞാൻ നിർബന്ധിക്കണില്ല കേട്ടോ. ഞാൻ വീഡിയോ ഇടാതെ എന്നാൽ നമ്മുടെ ചാനൽ പറ്റ ഡൗൺ ആയി പോകും. അത് വിചാരിച്ചിട്ടാണ് കേട്ടോ വീഡിയോ ഇടുന്നത്. പിന്നെ എൻ്റെ സൗണ്ട് ശരിക്കും ഇപ്പോഴും ക്ലിയർ ആയിട്ടില്ല. നിങ്ങൾ പറഞ്ഞ പോലെയൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. ഞാൻ ആവി പിടിക്കുന്നുണ്ട്. അതേപോലെ മഞ്ഞൾ വെള്ളം തിളപ്പിച്ച് കുടിച്ചാൽ സൗണ്ട് തുറക്കും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മളെ സൗണ്ട് ശരിക്കും ഇങ്ങോട്ട് റെഡിയായി വരുന്നില്ല കേട്ടോ. പഴയ സൗണ്ട് ഇപ്പോഴും വന്നിട്ടില്ല. ഇപ്പോഴും ഇടയ്ക്ക് സംസാരിക്കുമ്പോഴൊക്കെ നല്ല ബുദ്ധിമുട്ട് തോന്നും ചില സമയത്ത്. ഇന്നലത്തെ വീഡിയോയിലൊക്കെ കുറേ കമൻറ്റ് ഉണ്ടേനും സൗണ്ട് ശരിയാവട്ടെ, പെട്ടെന്ന് ശരിയാവട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ദുആ ചെയ്തിട്ടൊക്കെ. അപ്പോൾ എന്തായാലും നിങ്ങളൊക്കെ പ്രാർത്ഥന പഠിച്ചാൽ സ്വീകരിക്കാതിരിക്കില്ല. സൗണ്ട് റെഡിയായി കിട്ടിയാൽ മതിയേനി. എനിക്കുള്ള ആകെയുള്ളൊരു ബേജാറ് എന്താ വെച്ചാൽ നോമ്പാവുമ്പോൾ ഞാൻ അധികം ജ്യൂസാണ് കുടിക്കുക. 2 ഗ്ലാസ് ജ്യൂസ് എനിക്ക് കിട്ടണം നോമ്പ് തുറന്ന് കഴിഞ്ഞാൽ. ചായ ഒന്നും അങ്ങനെ വേണമെന്നില്ല.
അപ്പോൾ തണുത്ത ജ്യൂസ് ഇനി കുടിക്കാൻ പറ്റൂലല്ലോ എന്നില്ല ആ ഒരു ആദിയിലാണ് കേട്ടോ. അപ്പോൾ ഞാൻ ജ്യൂസ് ഇല്ലെങ്കിൽ പിന്നെ തണുത്ത വെള്ളം കുടിക്കും. അപ്പോൾ അതിന് പറ്റൂലല്ലോ എന്നില്ല ആ ഒരു ബേജാറാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ 2 ദിവസം ഉണ്ടല്ലോ, അപ്പോഴത്തേന് ശരിയാവുമെന്ന് വിചാരിക്കുക. പിന്നെ ഞാനിപ്പോൾ ഈ റവ ഇട്ടച്ച ബോട്ടിലുണ്ടല്ലോ, ഈ ബോട്ടിലിനൊക്കെ കുറഞ്ഞ റേറ്റേ ഉള്ളൂ കേട്ടോ. നമ്മൾ പത്തിരിൻ്റെ ഷീറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നല്ലോ ഗ്രോ സ്റ്റോർ എന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പിൽ നിന്ന്, ഓൺലൈൻ ഷോപ്പിൽ നിന്ന്, അവിടെ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ അതൊക്കെ. അങ്ങനത്തെ 3 ബോട്ടിൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ. ഇപ്പോൾ കറക്റ്റ് റേറ്റ് എനിക്ക് ഓർമ്മയില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ ഞാൻ എൻ്റെ ആ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്, അതിൽ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. അതിൽ കാണും ഓരോ പ്രൊഡക്റ്റിൻ്റെയും റേറ്റും കാര്യങ്ങളൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് വേണ്ടത് നോക്കിയിട്ട് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഒരിക്കൽ പിന്നെ അയച്ചു കൊടുത്താൽ മതി വാട്സപ്പിൽ. അപ്പോൾ ഓൺലൈനായിട്ട് അയച്ചു തരും കേട്ടോ, അഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊടുത്താൽ. നമ്മളെ പത്തിരി ഷീറ്റ് കുറേ ആൾക്കാർ ഓർഡർ ചെയ്തിരിക്കണമെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ പിന്നെ ചോപ്പർ ഉണ്ടല്ലോ, ചോപ്പറും കുറച്ച് ആൾക്കാരൊക്കെ ഓർഡർ ചെയ്തിരിക്കണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടേന്. അപ്പോൾ ആവശ്യമുള്ളത് നോക്കിയിട്ട് വാങ്ങിച്ചാൽ മതി, കുറഞ്ഞ റേറ്റേ ഉള്ളൂ കേട്ടോ അതിനൊക്കെ. അപ്പോൾ നമ്മളെ കിറ്റിലുള്ള ഐറ്റംസൊക്കെ ഞാൻ ബോട്ടിലാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അരി മാത്രമേ ഉള്ളൂ കേട്ടോ വെക്കാൻ. പിന്നെ ഇതിൽ ബാലൻസ് വരുന്നതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അവിടെ വെച്ചിട്ട് പിന്നെ വേറൊരു ബോക്സിലാക്കിയിട്ട് അങ്ങനെ വെക്കലാണ് കേട്ടോ. എന്നിട്ട് നമുക്ക് ആവശ്യം ഉണ്ടാകുമ്പോൾ നമ്മളെ ബോട്ടിലത്തെ കഴിഞ്ഞാൽ പിന്നെ അതിക്കിടും. അതിനൊക്കെ ഒരു ക്ലിപ്പും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിലേക്ക് കാറ്റ് പോവേ അല്ലെങ്കിൽ പ്രാണികൾ പോവേ ഒന്നും ചെയ്യില്ല. അങ്ങനെ പെട്ടെന്ന് കേടാവുകയൊന്നും ചെയ്യൂല കേട്ടോ. അങ്ങനത്തെ ക്ലിപ്പും കാര്യങ്ങളൊക്കെ ഞാനിപ്പോൾ ഈ പറഞ്ഞ ആ ഒരു ഗ്രോ സ്റ്റോറിൽ തന്നെയാണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത്. അതിനൊക്കെ കുറഞ്ഞ റേറ്റേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ പാത്രത്തിലാക്കി വെച്ചിട്ട് വേണം നമുക്ക് തറവാട്ട് വീട്ടിലേക്കൊന്ന് പോവാൻ. കുറേ ദിവസമൊക്കെ കേട്ടോ ഞാനിപ്പോൾ പോയിട്ട്. ഇപ്പോൾ ഒക്കെ ബോട്ടിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ചായപ്പൊടി അതേപോലെ ഉപ്പ് അങ്ങനെയുള്ളതൊന്നും ഇപ്പം ഞാൻ എടുക്കണില്ല കേട്ടോ, അതൊക്കെ നമ്മളെ ബോട്ടിൽ ഇപ്പോൾ ഉണ്ട്. ഇനി തീരുമ്പോൾ എടുത്താൽ മതി. പിന്നെ സേമിയോ അതേപോലെ തന്നെ അവിടെ ഉണ്ട്. ഞാൻ റോസ്റ്റഡ് സേമിയാണ് കേട്ടോ വാങ്ങൽ. ഇതിപ്പോൾ അങ്ങനത്തെ സേമിയ അല്ല, സാധാ സേമിയ തന്നെയാണ്. അപ്പോൾ ഈ പിന്നെ ബാലൻസ് വരുന്നതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു ക്ലിപ്പ് ഇട്ടിട്ട് ഇതേപോലെ ഇങ്ങനെ ചുരുട്ടിയിട്ട് ഇങ്ങനെ ഒരു ബോക്സിലാക്കിയിട്ട് വെക്കും കേട്ടോ. അങ്ങനെ ആകുമ്പോൾ അതിക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രാണികളോ അല്ലെങ്കിൽ പിന്നെ എന്താ പറയുക പെട്ടെന്ന് പൂപ്പിൽ പിടിക്കുകയോ ഒന്നും ചെയ്യൂല കേട്ടോ. ഈ റവൻ്റെ കവറൊക്കെ നമ്മൾ കെട്ടി വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഉറുമ്പ് വരും കേട്ടോ റവയിൽ. പിന്നെ ഇതേപോലെ ക്ലിപ്പ് ഇട്ട് വെച്ചാൽ അങ്ങനെ പെട്ടെന്ന് വരില്ല. അങ്ങനെ അതൊക്കെ എടുത്ത് വെച്ചു. പിന്നെ പത്തിരിപ്പൊടി ഞാനിപ്പോൾ പാക്കറ്റൊന്നും പൊട്ടിക്കണില്ല, അത് അങ്ങനെ തന്നെ എടുത്ത് വെച്ചേക്കാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ തറവാട്ടിലേക്ക് പോയി, ഞാനും കുട്ടികളൊക്കെ കൂടിയിട്ട്. അപ്പോൾ ഞങ്ങളിവിടെ വന്നപ്പോൾ ഇളച്ചിയും കുട്ടികളൊക്കെ ഉണ്ട്. അതേപോലെ നാത്തൂൻ്റെ മോന് നനക്കാൻ വന്നിട്ടുണ്ട്, ഓനാണ് കേട്ടോ നനക്കൽ. അപ്പോൾ നമ്മളെ വീടിൻ്റെ പണി ഇപ്പോൾ തേപ്പൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി വാതിൽ വെക്കണം, അതേപോലെ വൈറ്റ് സിമെൻറ്റ് അടിക്കണം, വയറിങ് ചെയ്തിട്ടില്ല, അങ്ങനെ പണികളൊക്കെ ഉണ്ട്. ഇപ്പം തേപ്പ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി വൈറ്റ് സിമെൻറ്റൊക്കെ അടിച്ചൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഉള്ളും പുറമൊക്കെ ശരിക്കും ഡീറ്റെയിൽ ആയിട്ട് കാണിക്കണ്ട കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഞാൻ പുറത്തുനിന്നൊന്നും ഇങ്ങനെ വീഡിയോ എടുത്തതാണ്. അകത്തൊക്കെ നിറച്ച് വെള്ളമാണ് കേട്ടോ, നമ്മൾ നനയ്ക്കുമ്പോൾ വെള്ളം തെറിക്കോല, അങ്ങനെ വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതാ നാത്തൂൻ്റെ മോനെ നനക്കുന്നുണ്ട്. ഓൻ തന്നെയാണ് കേട്ടോ എന്നും നനക്കൽ, ദിവസം 2-3 നേരം നനക്കും. പിന്നെ നാത്തൂൻ്റെ വീട് ഇവിടെ അടുത്തായതുകൊണ്ട് പിന്നെ അവിടുന്ന് നടന്ന് വരാനുള്ള ദൂരമുള്ളൂ. പിന്നെ ഓൻ വന്നിട്ട് അങ്ങനെ നനച്ച് പോവും. അപ്പോൾ നമുക്ക് പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ വീടാണ് കേട്ടോ. അപ്പോൾ കുറച്ച് പുതിയ കൂട്ടുകാരൊക്കെ വന്നിക്കണല്ലോ നമ്മളെ ചാനലിലേക്ക്. അപ്പോൾ അവർക്കൊന്നും അറിയില്ല, അത് വിചാരിച്ചിട്ട് പറയാണ് കേട്ടോ. പിന്നെ ചില കൂട്ടുകാർക്കൊക്കെ ഭയങ്കര സംശയമാണ്, നമ്മൾ വാടക വീട്ടിലാണോ, നമ്മളിപ്പോൾ താമസിക്കുന്ന വീടുണ്ടല്ലോ വാടക വീടാണോ എന്നൊക്കെ ചോദിക്കലുണ്ട്. അത് വാടക വീടൊന്നുമില്ല കേട്ടോ, നമ്മൾ കയറ്റിയ വീട് തന്നെയാണ്. ഈ വീട് നമ്മളെ തറവാട് വീടേനും, തറവാട് വീട് പിന്നെ പഴയ വീഡിയോസിലൊക്കെ ഉണ്ടാവും. പിന്നെ തറവാട് വീട്ടിൽ കുറേ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അതേപോലെ വീട് പൊളിക്കണതൊക്കെ ഇട്ടിട്ടുണ്ട് ഇനിയല്ലോ. പഴയ കട്ടപ്പേരയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പഞ്ചായത്തിൽ നിന്ന് കിട്ടിയതാണ് ഇപ്പോൾ ഈ ഒരു വീട്. 4 ലക്ഷം രൂപ അങ്ങനെ പഞ്ചായത്തിൽ നിന്ന് പാസ്സാവുമല്ലോ, അങ്ങനെ കിട്ടിയതാണ് കേട്ടോ. 2 റൂമും ഒരു ഹാളും ഒരു കിച്ചണും ഒരു സിറ്റ് ഔട്ടും ആണ് കേട്ടോ ഈ വീടിനുള്ളത്. പിന്നെ അകത്തൊരു ബാത്റൂമും. 740 സ്ക്വയർ ആണ് കേട്ടോ വീട്. പിന്നെ ഇനിയിപ്പോൾ വീടിൻ്റെ ഹോം ടൂറൊക്കെ നമുക്ക് ചെയ്യണം, വീടിൻ്റെ പണികളൊക്കെ കഴിഞ്ഞിട്ട്. അപ്പോൾ വീട് പണിയൊക്കെ പെട്ടെന്ന് പൂർത്തിയാക്കാൻ കഴിയട്ടെ. അതേപോലെ തന്നെ നമ്മളെ സബ്സ്ക്രൈബേഴ്സായിട്ട് നമ്മളെ വ്യൂവേഴ്സായിട്ടുള്ള കുറച്ച് ആൾക്കാർക്കും വീടില്ലാത്ത ആൾക്കാരൊക്കെ ഉണ്ട്, കമൻറ്റിലൊക്കെ എഴുതി അറിയിക്കലുണ്ട് വീടുണ്ടാവാൻ ദുആ ചെയ്യണേ എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനത്തെ ആൾക്കാർക്കൊക്കെ വീടുണ്ടാവട്ടെ. നല്ല മാസം നല്ല ദിവസമൊക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് പഠിച്ചവനോട് പറയാനല്ലാതെ ഒന്നിനും കഴിയൂല. അപ്പോൾ നല്ല രീതിയിൽ ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുക, പഠിച്ചത് സ്വീകരിക്കാതിരിക്കില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതേപോലെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.
അപ്പോൾ ഇൻഷാ അല്ലാ അടുത്ത വീഡിയോയിൽ കാണാം.